ഒരു വ്യക്തി തൻ്റെ മരണത്തിനു മുമ്പ് തന്നെ സ്വത്ത് ഓഹരി വെക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് ചില സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതിനാൽ ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില മക്കൾ നല്ല നിലയിലാണ്, എന്നാൽ മറ്റു ചില മക്കൾ അല്പം പ്രയാസത്തിലാണ്. അതിനാൽ തുല്യമായി അല്ല വീതിക്കുന്നത്. ഇത് തെറ്റാണോ? പെൺമക്കൾക്കും ആൺമക്കൾക്കും ഒരുപോലെ കൊടുക്കണമോ എന്നാണ് ചോദ്യം. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ അമ്മാ ബഅദ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അവരുടെ സ്വത്ത് അവരുടെ മക്കൾക്കിടയിൽ വീതം വെക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, മരണശേഷം വീതം വെക്കുന്ന സമയത്ത് എങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തത്, അത് വിഹിതം വെക്കുമ്പോൾ അത് മരണശേഷമുള്ള വിഹിതം വെക്കലായി കാണേണ്ടതില്ല, മറിച്ച് സമ്മാനമായി നൽകുന്നത് പോലെ കാണുകയാണ് വേണ്ടത്. അനന്തരാവകാശ നിയമം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരാളുടെ മരണശേഷമാണ് അത് തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ അനന്തരാവകാശ നിയമങ്ങളുടെ അതല്ലെങ്കിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇവിടെ ബാധകമാകുന്നില്ല എന്നതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും തൻ്റെ സ്വത്ത് ഒരാൾ പരിപൂർണമായും അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് വിഹിതം വെച്ച് നൽകുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഇസ്ലാം ഒരു കാര്യം നമുക്ക് മതമായി നിശ്ചയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് അതിലെ ഖൈർ. പ്രയാസം അനുഭവിക്കുന്ന മക്കളുണ്ട് എങ്കിൽ അത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പിതാവിന് അതല്ലെങ്കിൽ മാതാവിന് സഹോദരന്മാർക്ക് അവരുടെ സ്വത്തിൽ നിന്ന് ദാനമായോ അതല്ലെങ്കിൽ കടമായോ ഒക്കെ നൽകാവുന്നതാണ്. അനന്തര സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ സ്വത്ത് മുഴുവനായിക്കൊണ്ട് മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ ആദ്യം മരണപ്പെടുക എന്നോ അതല്ലെങ്കിൽ ആരുടെ ആയുസ്സാണ് സുദീർഘമായി നിലനിൽക്കുക എന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്വത്ത് അത് വിഹിതം വെച്ചതിന് ശേഷം മക്കൾക്ക് മറ്റെന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായി അത് അവരുടെ അനന്തരാവകാശികളിലേക്ക് കൈമാറപ്പെടുകയും പിന്നീട് യഥാർത്ഥ അവകാശിയായിരുന്ന ആൾ വീണ്ടും ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ നോക്കേണ്ട ബാധ്യതയും മറ്റുമൊക്കെ അടുത്തൊരു തലമുറ ഏറ്റെടുക്കുമോ എന്നതൊക്കെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വത്ത് മുഴുവനായിക്കൊണ്ട് മക്കൾക്ക് വിഹിതം വെച്ച് നൽകുന്ന രീതി അത് ഒഴിവാക്കേണ്ടതാണ്, നല്ലതല്ല എന്നതാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഏതെങ്കിലും മക്കളെ പ്രത്യേകമായി പരിഗണിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു എങ്കിൽ ബാക്കി മക്കളുമായിക്കൊണ്ട് അത് ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ട രൂപത്തിലുള്ള സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ അതാണ് കൂടുതൽ ഖൈർ. ഇനി ഒരാൾ വീതിക്കുകയാണ് എങ്കിൽ അത് സമ്മാനങ്ങൾ വീതിക്കുന്നത് പോലെ തുല്യമായി വീതം വെക്കുകയാണ് ആ രംഗത്ത് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.